ഇതെല്ലാം കൂടെ കൂട്ടുക അത് ഈ ആക്ഷൻ ഫാക്ഷൻ ഡെക്കറേഷൻ വാൽഗോമിക്കേഷൻ എന്നാ പറയുന്നത്. അടിവശം കയറ്റി മേളം പൊക്കിയാ മതി. കാണുന്നുണ്ടല്ലോ ചൈനയുടെ ചൈന കാണുന്ന കൈ ഒത്തിരി ചേർക്കരുത്. ഇല്ല അതെനിക്കറിയാടോ. അത് കാണിക്കണ്ട. അല്ലല്ല കാണുന്നുണ്ട്. ഒരു മിനിറ്റ് എന്തെങ്കിലും ചെയ്യണം. വേറെ എല്ലാവർക്കും നിൽക്കണോ? അല്ലെങ്കിൽ അഭിപ്രായം പറയുക. നിൽക്കുന്നോ? ഇനി അങ്ങോട്ടൊന്ന് അറിയിക്കല്ലേ.
പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ വർഷവും കുടുംബയോഗത്തിന്റെ പ്രസിഡന്റിന് വേണ്ടിയും എല്ലാ ചുമതലക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തണമേ. ഈ നാട്ടിലുള്ള എല്ലാ നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്കും അനുഗ്രഹത്തിന്റെ ഒരു അനുഭവമായി പ്രതീകമായി നിന്റെ മക്കൾ നൽകുന്ന ഈ അവനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. ഇതിന്റെ വിതരണത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും അധ്വാനിച്ച് ഇതിന്റെ ശിഷ്യന്മാരോട് ഒന്നിച്ച് പെസഹ പൂജിച്ചതുപോലെ ഒരുമയുടെയും ഐക്യത്തിന്റെയും വിനയത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു അവസരമാക്കി തീർക്കണമേ. കൂടി വന്ന എല്ലാ വൈദികരെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയെയും മറ്റുള്ള വിശിഷ്ടാതിഥികളെയും എല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണം. ദൂരെ നിന്ന് വന്നവരെയും ഇവിടെയുള്ളവരെയും വാഴ്ത്തണമേ. ഇതിന്റെ വിതരണം സമാധാനപൂർണ്ണമായിരിക്കണം. എല്ലാം നന്മയാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പഴയ സുറിയാനി പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് ഈ പെസഹ വ്യാഴാഴ്ചയും മുക്കത്ത് കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള അവൽ നേർച്ച നടത്തുവാൻ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ആദ്യം സ്തോത്രം ചെയ്യുന്നു. തലമുറകളായി നടന്നു വരുന്ന ഈ സ്തോത്ര ശുശ്രൂഷ ഈ വർഷവും ഭംഗിയായി നടത്തുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെ. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നതായ രക്ഷാധികാരികൾ മുതൽ മുക്കത്ത് കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇരു വിഭാഗത്തിലുള്ള മർദ്ദമ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിലുള്ള കമ്മിറ്റി മെമ്പേഴ്സായിട്ടും പള്ളിയുടെ കമ്മിറ്റി മെമ്പേഴ്സായിട്ടുള്ളവരും അല്ലാത്തുള്ളവരുമായിട്ടുള്ള വികാരി അച്ഛന്മാർ എല്ലാവരുടെയും സഹായം ഈ വിഷയത്തിലുണ്ടായിരുന്നു. വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. പ്രതികൂലമായ കാലാവസ്ഥ നേരിടേണ്ടി വരുമ്പോൾ എങ്ങനെയാകുമെന്ന് ഭയപ്പെട്ടിരുന്നെങ്കിലും വളരെ അതിശയകരമായി ഭംഗിയായി കാര്യങ്ങൾ രാത്രി മുഴുവൻ സമയം അധ്വാനിച്ച് പൂർത്തിയാക്കി. 300 കിലോ അവലും 1250 തേങ്ങായും 13 പാട്ട് ശർക്കരയും എന്ന് വേണ്ട സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം കൃത്യമായിട്ട് ചേർത്ത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാൻ സാധിച്ചു. അനേക ആളുകൾ, പല ജാതി മതത്തിലുള്ള ആളുകൾ, ഈ ചെങ്ങന്നൂരിന് ചുറ്റുപാടുമുള്ള അനേക സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും നേതാക്കന്മാർ പലരും ഇവിടെ വന്നിട്ടുണ്ട്. പലർക്ക് ഇപ്പോൾ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ആയാലും MLA ആയാലും ഏത് രീതിയിലും എല്ലാ രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് ഈ പരിപാടി ആരംഭിക്കുന്നതിന് സഹായിച്ച പഞ്ഞിപ്പുഴ മഠവും അതുപോലുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പിതാക്കന്മാരെ സഹായിച്ച ഘടകങ്ങളെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എട്ടുനാക്ക് ചിരവയും അതുപോലെ വളരെ അമൂല്യമായ പല സാധനങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനെ